അങ്ങനെ വിഷു ഇല്ലേ, ഊണ് സമയമായി. എല്ലാവരും വിഷു സദ്യയൊക്കെ കഴിച്ച് കാണുമായിരിക്കും അല്ലേ. അങ്ങനെ കൊന്നയുടെ തിരക്കും കഴിഞ്ഞു അല്ലേ. ഇത്ര ദിവസം കൊണ്ട് ആളുകളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലേ. മിക്ക വീടുകളിലും കൊന്ന ഉണ്ട്. അപ്പം എല്ലാവരുടെയും ചിന്തയെന്ന് പറയും മഴ പെയ്യുന്നു, അപ്പം കൂടുതലും കൊഴിഞ്ഞൊക്കെ പോവും, പിന്നെ നേരത്തെയൊക്കെ പൂക്കും, ചിലത് താമസിച്ചേ പൂക്കുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം കൊന്ന മൊത്തത്തിൽ തിരക്കിലായിരുന്നു ഇന്നലെ മുതൽ. ഇപ്പം തിരക്കെല്ലാം കഴിഞ്ഞു. അങ്ങനെ കൊന്ന വിശ്രമത്തിലാണ് എല്ലാം. ഇങ്ങനെ ഇപ്പം വീടുകളിലൊക്കെ ഇരിക്കുന്ന എല്ലാം ഏകദേശം വാടിയിട്ടുണ്ട് നന്നായിട്ട്. പെട്ടെന്ന് വാടുമല്ലോ ഈ പൂവ്. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് തരാൻ പറ്റിയൊരു എന്താ പറയുക, ഒരു സമ്മാനം എന്ന് പറയുന്നത് ചെറിയൊരു പാട്ടായിരുന്നു. അത് ഭഗവാനെ കുറിച്ചുള്ള പാട്ടാണ്. അത് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ മൂളും. അത് വെച്ച് ഞാനങ്ങ് ഒരു പാട്ടങ്ങോട്ട് പാടി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതായിരുന്നു എനിക്ക് തരാൻ പറ്റിയ ഒരു വിഷുവിൻ്റെ സമ്മാനം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ അങ്ങ് പടക്കം പൊട്ടിക്കലിൻ്റെ ബഹളമായിരുന്നു വിഷുവായിട്ട്. വെച്ചാൽ രാത്രി 12 മണി കഴിഞ്ഞിട്ടും ഈ പടക്കത്തിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഉണ്ട്. അവരെല്ലാവരും പടക്കം പൊട്ടിക്കലായിരുന്നു. ഇവിടെ കുറച്ചൊക്കെ വാങ്ങിച്ചു. വീടിനടുത്ത് നമ്മുടെ തൊട്ടടുത്ത് നിന്ന് പൊട്ടുമ്പോൾ ആ ശബ്ദം കൂടുതലല്ലേ. അപ്പോൾ അവൾ കുഞ്ഞിങ്ങനെ ഞെട്ടും. പിന്നെ ഞങ്ങൾ ഇച്ചിരി കമ്പിത്തിരിയൊക്കെ ഞാനൊരു കമ്പിലിങ്ങനെ വെച്ചിട്ടൊക്കെ അവളെ കൊണ്ട് കയ്യിൽ പിടിപ്പിച്ച്, കമ്പ് കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ കുറച്ചൊക്കെ കത്തിച്ചു. അതൊക്കെ ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്കൊരു പായസം വെക്കണം. പിന്നെന്താണ്, വീട്ടിൽ വിളിച്ചു. അപ്പം അവിടെ എല്ലാവരും തിരക്കിലാണ്. ഞങ്ങളുടെ നാട്ടിലങ്ങനെ വിഷുവിന് പടക്കം പൊട്ടിക്കലില്ല. പിന്നെ കൈനീട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ കുഞ്ഞിനെ നേരത്തെ ഉണർത്തി ഞങ്ങൾ കണിയൊക്കെ കണ്ടു. റൂമിൽ ഞാൻ 2-3-4 സ്ഥലത്തൊക്കെ കൊന്നപ്പൂ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് രാവിലെ താഴെ പോയി വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടു. ഞാൻ കൈനീട്ടം ഒരു 1 രൂപ കൊടുത്ത് അതും പിടിച്ചോണ്ട് നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. പിന്നെ വീട്ടിലുള്ളവരും കൊടുത്തു. എനിക്ക് പ്രത്യേകിച്ച് ആരും തന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ എല്ലാവരും ഗൂഗിൾ പേ ചെയ്തോളൂ എന്ന്. അങ്ങനെ അതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങൾ. എല്ലാവരും വിളിച്ചിട്ട് എല്ലാവരും തിരക്കിലാണ്. എല്ലാവരും സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കിലൊക്കെയാണ്. അതുകൊണ്ട് ആരും അങ്ങനെ ഫോൺ എടുത്തിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും തിരിച്ച് വിളിക്കാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. അമ്മയോട് സംസാരിച്ചു. അനിയൻ ഇന്ന് നല്ല തിരക്കിലാണ്, കാരണം ജിമ്മിൻ്റെ ആനിവേഴ്സറിയും കൂടെ ആണ്. അപ്പം വൈകുന്നേരം അതിന് ഫംഗ്ഷനൊക്കെ ഉണ്ട്, അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും കൈനീട്ടമൊക്കെ കൊടുത്തു, വാങ്ങിച്ചു, സന്തോഷമായിട്ടിരിക്കുകയല്ലേ. ചിലർക്കൊക്കെ വിഷു ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ കാണും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം. അതുകൊണ്ടൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട. അടുത്ത വർഷം നമ്മൾ ഇതിലും ഗംഭീരമായിട്ട് ആഘോഷിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ആഘോഷങ്ങളെല്ലാം നല്ലതാണ്, പക്ഷെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും വിഷു വരും അല്ലേ, ഇനിയും ഓണം വരും, അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള വിഷമങ്ങളെല്ലാം കൂടുതൽ മാറ്റിയെല്ലാം വെച്ചിട്ട് നമ്മളേറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വിഷുവായിരിക്കും അടുത്ത പ്രാവശ്യം വരിക എന്ന് നമ്മൾ മനസ്സിൽ കരുതുക. അത് നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ ആഘോഷിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനിയുണ്ട്, അപ്പം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം എന്ന് മനസ്സിലങ്ങോട്ട് കരുതി വെച്ചേക്കുക. അപ്പം പിന്നെ വിഷമങ്ങളോടൊന്നും ഒരു ചാൻസ് വരത്തില്ല. ഓക്കെ.